so. No, 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 no. I don't think so. No, no, ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അതിന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വിനെഗറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് കഷ്ണം തക്കാളി, ഹാഫ് കഷ്ണം വലിയുള്ളി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് നമ്മൾ ഫെനൽ സീഡ് ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറ്റുമെങ്കിൽ. ഇത് നമ്മൾ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എന്താ വെച്ചാൽ ചിക്കൻ സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് മന്തിക്ക് ചിക്കൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ്റെ പാർട്സുകളൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാറാണ് സാധാരണ. മന്തില റൈസ് അല്ല, ചിക്കന് ഇഷ്ടമില്ല എന്നല്ല, കഴിക്കും, പക്ഷേ ഒന്നും കൂടി ഇഷ്ടം നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് തൈര്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് അങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഹണി ചിക്കനാക്കിയാണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ രാത്രിക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ അങ്ങനെ വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കില്ല. അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു 5-6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യുക കേട്ടോ. so. No, 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 no. I don't think so. No, 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 no. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കൽ. ഇതിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ എന്താ പറയുക, നല്ലൊരു ജ്യൂസി ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ലൊരു ഗ്രില്ലായി കിട്ടുകയും ചെയ്യും. പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. അപ്പം നല്ലതായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അതും കൂടി ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ക്യാപ്സിക്കം ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി, ഒരു കഷ്ണം വലിയുള്ളി, അതും പിന്നെ ഒരു 4-5 ഉണക്കമുളകും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ എന്തായെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കട്ടെ. ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അപ്പുറം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഓൾറെഡി ഒന്ന് എന്താ പറയുക ചുട്ട് വെച്ചിട്ടുള്ള തക്കാളി, വലിയുള്ളി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് അതിലേക്കിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ.
ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി. എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 3-4 ഉണക്കമുളക് ചേർത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അല്ല, എരിവില്ലാത്തത് മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് കൂളായതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള വിനെഗറും ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ എന്താ പറയുക, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ചട്നി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. വിനെഗറൊക്കെ പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണോ അളവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓവർ ടൈറ്റും ആവേണ്ട, അന്നേരം ഓവർ ലൂസ് ആവേണ്ട, ആ ഒരു കൺസിസ്റ്റൻസിയിലായി മതി. നല്ല ടേസ്റ്റാണ്. നമുക്ക് റൈസിൻ്റെ കൂടെ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിലും ഈ ഒരു ചട്നി കൂട്ടി നമുക്ക് ചോറ് മുഴുവനായിട്ടും കഴിക്കാൻ കഴിയും. അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ചിക്കൻ നമ്മൾ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ. റൈസ് ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. So no 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 no, I don't think so. No 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 no, it's never ever 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 ever. ഇനിയിപ്പോൾ ചിക്കനൊക്കെ ബാക്കി ചിക്കനും കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് റൈസ് ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം ഓയിൽ വേണമല്ലോ, നമുക്ക് മന്തി റൈസെല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് അത്ര പോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ നമ്മൾ ചെറിയ ജീരകം, വലിയ ജീരകം അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അവിടെ നമുക്ക് അത്ര വലിയ ഇഷ്ടമല്ല ചെറിയ ജീരകം, പിന്നെ ആ ഒരു ടേസ്റ്റ്. പിന്നെ അത്യാവശ്യം ഏലക്ക, ഗ്രാമ്പൂ അതൊക്കെ ആവശ്യത്തിനും കൂടി വേണം. പിന്നെ ഒരു ചിക്കൻ ക്യൂബ് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് അതും ആവശ്യത്തിന് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയുള്ളി, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു 3-4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ പാർട്സുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. ചിക്കൻ്റെ ഒരു ടേസ്റ്റും കൂടി വേണമല്ലോ റൈസിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കന് ഇതാ ബാക്കിയുള്ള കൂടി നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്ന ഇങ്ങനെ സാധാരണ ഇവിടെ വീട്ടിലെല്ലാവർക്കും ആദ്യത്തെ ചിക്കന് എടുത്തിട്ട് പിന്നെ രണ്ടാമതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിനേക്കാൾ നല്ല ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ ഒരു പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് റോസ് സ്മെല്ല് മാറുന്നവരേക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ്, കാരണം ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് മന്തി മസാലയാണ്, അതൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ മന്തി മസാല വാങ്ങാറില്ല. ഇതേമാതിരി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊക്ക് ഉണ്ടാക്കുക. ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അത് മാറ്റി വയ്ക്കലാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ മന്തി മസാലയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് കുറച്ചൊരു 5 മിനിറ്റോളം ഒന്ന് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് റൈസും കൂടി ചേർത്താൽ റൈസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു.
ഇതിലേക്ക് നമ്മൾ ഫുഡ് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പാലിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത്, പിന്നെ നമ്മൾ എന്താ പറയുക ഫുഡ് കളറിൻ്റെ ചിക്കനിലൊക്കെ ചേർക്കണം, അതും കൂടിയാണ് ചേർത്ത് കണ്ടാണ് കളർ ചേർത്ത് കണ്ട് കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമല്ല, ഒരു കാണാനൊക്കെ ഒരു ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഒന്നും കൂടി ഫ്രൈ ചെയ്യാനുണ്ട്. ഇവിടെ ഹണി ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിൽ ഓൾറെഡി മസാല വെച്ച് അതിൻ്റെ ബാക്കി കുറച്ച് മസാലയും കുറച്ച് ചില്ലി ഫ്ലേക്സ് അതും കൂടി ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് എന്താ പറയുക നമ്മളെ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് തേനും കൂടി ചേർത്ത് കൊടുക്കുക. കെച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച്, ഞാനിതിലേക്ക് കെച്ചപ്പ് ചേർത്തിട്ടില്ല, ഒരു ടീസ്പൂൺ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ. ഉമ്മക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉമ്മാൻ്റെ മാത്രം മാറ്റി വെച്ച് ഞങ്ങളിതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തെടുത്ത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് സോട്ട് ചെയ്ത് ചിക്കനൊക്കെ അതിലൊന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കഴിക്കാറില്ലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മൾ കഴിച്ചപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറ്റെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. നമ്മൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുന്നെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി നമുക്ക് ചിക്കന് ഇതിലേക്ക് ഇട്ടൊന്ന് സ്മോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണമല്ലോ, ദം ചെയ്തെടുക്കാനുണ്ട്. ചിക്കനൊക്കെ അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കുറച്ച് ലെങ്ത് ആയിക്കണം, ബോറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ ഇതേപോലെയുള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു മന്തി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.